ഹായ് ഫ്രണ്ട്സ്. ലോക പ്രശസ്തനായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്ത ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രവിച്ചിരുന്നു. ലോക പ്രശസ്തനാവുക മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാ പേരുടെയും ഹൃദയങ്ങളിൽ സ്നേഹസമ്പന്നമായ ഒരു ഇരിപ്പിടം സൃഷ്ടിച്ച മഹാനായ മാർപ്പാപ്പയുടെ ദേഹവിയോഗം ഈ ലോകത്തിന് താങ്ങാനാകാത്ത ഒരു നഷ്ടം തന്നെയാണ്. പ്രത്യേകിച്ച് മലയാളികളായ എല്ലാവരും തന്നെ ഏറെ സ്നേഹിച്ചിരുന്ന ഒരു പാപ്പയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. ദരിദ്രരോടും സകലവിധ ജനവിഭാഗങ്ങളോടും വളരെ സ്നേഹത്തോടെ വർത്തിച്ച ക്രിസ്തുവിൻ്റെ പ്രതിരൂപമായിരുന്നു മാർപ്പാപ്പ. മാർപ്പാപ്പയെ ഒന്ന് ദർശിക്കുക എന്ന അസുലഭമായിട്ടുള്ളൊരു അവസരത്തിന് വേണ്ടി കൊതിക്കാത്ത മനുഷ്യരില്ല, പ്രത്യേകിച്ച് മലയാളികൾ. ഇങ്ങനൊരു അസുലഭ അവസരം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകളുടെ മകൾക്ക് ലഭിക്കുകയുണ്ടായി. അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് കരുതിയാണ് ഞാനിവിടെ വന്നത്. ഒരു പാപ്പയുടെ ജീവിതം എത്രമാത്രം ലളിതമായിരിക്കണം എന്ന് തൻ്റെ ജീവിതം കൊണ്ട് തെളിയിച്ച വ്യക്തിയാണ് നമ്മളെ വിട്ടുപിരിഞ്ഞ ഈ ഇഹലോകം വെടിഞ്ഞ മാർപ്പാപ്പ. ദരിദ്രരോട് മാത്രമല്ല, സകല ജീവജാലങ്ങളോടും സ്നേഹത്തോടെ വർത്തിച്ച, ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച മാർപ്പാപ്പയുടെ ദേഹവിയോഗം ഈ ലോകത്തിന് തന്നെ തീരാ നഷ്ടമായി തന്നെ എക്കാലവും നിലനിൽക്കും. മാർപ്പാപ്പയെ ഒന്ന് ദർശിക്കുക എന്ന അസുലഭമായിട്ടുള്ള സൗഭാഗ്യം ലഭിച്ച ഒരു കുട്ടിയാണ് പാർവതി. പാർവതി ആരാണെന്ന് നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും. പാർവതി എനിക്ക് എൻ്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ടായ തൃശ്ശൂരുള്ള ഗീത ചേച്ചിയുടെ കൊച്ചുമകളാണ്, ചെറുമകളാണ്, പേരക്കുട്ടി. ഗീത ചേച്ചിയുടെ മകൾ ധന്യ കളത്തിൽ, മകളുടെ ഭർത്താവ് രജീഷ്, അവരുടെ മൂത്ത മകളാണ് പാർവതി. പാർവതിയെ കൂടാതെ ഒരു മകൾ കൂടിയുണ്ട്, ലക്ഷ്മി എന്നാണ് ആ കുട്ടിയുടെ പേര്. പാർവതി 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഇവർ സ്വിറ്റ്സർലൻഡിലായിരുന്നു രജീഷും ധന്യയും. ധന്യയും ഹസ്ബൻഡ് രജീഷും പാർവതി എന്ന കുട്ടിയും സ്വിറ്റ്സർലൻഡിൽ താമസിക്കുമ്പോൾ ഇറ്റലിയിലെ പള്ളിയിൽ മാസത്തിലൊരിക്കൽ പാപ്പ ദർശനം കൊടുക്കാനായി തുറന്ന വാഹനത്തിലെത്തുന്ന വിവരം ഇവരറിയുകയുണ്ടായി. അങ്ങനെ പാർവതിയും കൂട്ടി രജീഷും തന്നെയും ഇറ്റലിയിലെ പള്ളിയിൽ ചെന്ന് ക്യൂ നിൽക്കുകയാണ്. ഇവർ നേരത്തെ എത്തി, കാരണം പാപ്പയെ ദർശിക്കുക എന്ന അസുലഭമായിട്ടുള്ള ഒരു സൗഭാഗ്യം അവർക്ക് ലഭിക്കുക എന്നോട് മാത്രമേ അവർ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവർ ഏറ്റവും നേരത്തെ തന്നെ ഈ ക്യൂവിൽ നിൽക്കാനായിട്ട് ചെല്ലുകയുണ്ടായി. പാപ്പയുടെ ദർശനം സാധ്യമാകുന്നതിലേക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേകം തയ്യാറാക്കിയ ഒരു ഗ്രൗണ്ടിലാണ് അവർ വെയിറ്റ് ചെയ്യുന്നത്. 5ാമത്തെ റോയിലാണ് അവർക്ക് പ്ലേസ് കിട്ടിയത്. അങ്ങനെ അവരുടെ ആഗ്രഹത്തിനനുസരിച്ച്, അവരുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് പാപ്പ അവിടെ തുറന്ന വാഹനത്തിൽ എത്തുമ്പോൾ നിറയെ ജനപ്രളയമാണല്ലോ. പാപ്പയെ കാണാനും അദ്ദേഹത്തെ ഒന്ന് ദർശിക്കാനും അദ്ദേഹത്തെ ഒന്ന് അടുത്ത് കാണുക എന്ന് മാത്രമായിരിക്കും അവിടെ നിൽക്കുന്ന എല്ലാവരുടെയും ആഗ്രഹം. അങ്ങനെ പാർവതിയും കൂട്ടി, ഗീത ചേച്ചിയുടെ മകളും മരുമകനും ഈ പാർവതിയും കൂട്ടി ദർശനത്തിന് കാത്തു നിൽക്കുമ്പോൾ തുറന്ന വാഹനത്തിൽ വന്ന പാപ്പയെ കണ്ടിട്ട് 4 വയസ്സുകാരിയായ പാർവതി കൈ ഉയർത്തി കാണിക്കുകയും ഉമ്മ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇത്രയും ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഈ പാപ്പ കാണുകയുണ്ടായി. അപ്പോൾ തന്നെ പാപ്പ തിരിച്ച് കൈ ഉയർത്തി, തിരിച്ച് ഫ്ലൈയിങ് കിസ് കൊടുക്കുകയൊക്കെ ചെയ്തു. കൈയാട്ടി കുട്ടിയെ വിളിച്ചു. പക്ഷേ സെക്യൂരിറ്റി ഭയങ്കര കർശനമായതുകൊണ്ട് കുട്ടിക്ക് അങ്ങോട്ട് പാപ്പയുടെ അടുത്തേക്ക് കടന്നു ചെല്ലാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഉണ്ടാവുക, അതറിയാലോ. അവസാനം ഈ പാപ്പയുടെ ദർശനം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ തുറന്ന വാഹനത്തിൽ നിന്നും പാപ്പ നേരെ ഇറങ്ങി പാർവതിയുടെ അടുത്ത് വരികയും കുട്ടിയെ വാരിയെടുത്ത് ഉമ്മ വയ്ക്കുകയും വട്ടം കറക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഗീത ചേച്ചിയുടെ ചെറുമകൾക്ക് മറ്റാർക്കും ലഭിക്കാത്ത, മറ്റൊരു കുട്ടികൾക്കും ലഭിക്കാൻ സാധ്യതയില്ലാത്ത അസുലഭമായ
ഒരു ആലിംഗനം ദൈവത്തിൻ്റെ പ്രതിരൂപമായ സമാധാനത്തിൻ്റെ പ്രതീകമായ പാപ്പയിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. അപ്പോൾ പാപ്പ വന്ന് ഹഗ് ചെയ്ത് പാപ്പ വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് പൊക്കിയെടുത്ത കുട്ടി എന്നുള്ള നിലയിൽ പിന്നെ ഒരു വിശുദ്ധ പദവിയാണ് പാർവതിക്ക് അവിടെ ലഭിച്ചത്. ബാക്കിയുള്ള വിശ്വാസികളെല്ലാം പാപ്പയെ തൊടാനോ ദർശിക്കാനോ അടുത്ത് ഒന്നും കാണാനോ പറ്റാത്ത മറ്റ് വിശ്വാസികളെല്ലാവരും തന്നെ പാർവതിയെ വന്ന് തൊട്ട് നമസ്കരിക്കുകയും പാർവതിയെ കെട്ടിപ്പിടിക്കുകയും പാർവതി എന്ന് പറഞ്ഞ കുട്ടിയെ ഒരു ദൈവത്തിൻ്റെ ഒരു പ്രതിരൂപം എന്ന നിലയിലാണ് വിശ്വാസികൾ പിന്നെ കാണുന്നത്. അങ്ങനെ വളരെ അസുലഭമായ ഒരു ജീവിത സൗഭാഗ്യം ലഭിച്ച ഒരു കുട്ടിയാണ് പാർവതി. ആ പാർവതിക്കുണ്ടായ ആ ഒരു അനുഗ്രഹം നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത്. പാർവതി ഇപ്പോൾ തൃശ്ശൂർ ഹരിശ്രീ വിദ്യാനിധി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. കുട്ടിക്ക് ഒരു അനിയത്തി കൂടിയുണ്ട്, ലക്ഷ്മി എന്നാണ് പേര്. അപ്പോൾ ഗീത ചേച്ചി എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. തൃശ്ശൂരാണ് ചേച്ചി താമസിക്കുന്നത്. വല്ലപ്പോഴും കൂടെ തിരുവനന്തപുരത്ത് വരുമ്പോഴും എന്നെ വന്ന് കാണും. ഞങ്ങൾ ഒരുമിച്ച് പത്മനാഭസ്വാമി ക്ഷേത്രങ്ങളിലൊക്കെ പോകാറുണ്ട്. എനിക്ക് എൻ്റെ കൂടപ്പറപ്പിനെ പോലെ തന്നെ ഒരു സ്നേഹം പകർന്നു നൽകുന്ന ഒരു ചേച്ചിയാണ് ഗീത ചേച്ചി. അപ്പം ഗീത ചേച്ചിയുടെ കുടുംബത്തിലുണ്ടായ ഈ അസുലഭമായ സൗഭാഗ്യകരമായ ഒരു നിമിഷത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ നേരിട്ടുണ്ടായ ഒരു ഇടപെടലിനെ കുറിച്ച്, സൗഭാഗ്യവതിയായ ആ പെൺകുട്ടി പാർവതിയെക്കുറിച്ച് നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഞാനിവിടെ വന്നത്. നന്ദി, നമസ്കാരം.